സ്പെയിനിൽ നിന്ന് ബ്രിട്ടനിലേക്ക് പുറപ്പെട്ട ജെറ്റ് 2 വിമാനത്തിൽ ആകാശമധ്യേ അപ്രതീക്ഷിതമായ നാടകീയ സംഭവങ്ങൾ ഉണ്ടായി. പറന്നുകൊണ്ടിരിക്കെ വിമാനത്തിലെ പ്രധാന പൈലറ്റിന് പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് വിമാനം അടിയന്തരമായി നിലത്തിറക്കേണ്ടതായി വന്നു. സ്പെയിനിലെ ടെനറൈഫിൽ നിന്ന് ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിലേക്ക് പറക്കുകയായിരുന്ന LS-1266 എന്ന വിമാനത്തിലാണ് ലോകത്തെ നടുക്കിയ ഈ അടിയന്തര സാഹചര്യമുണ്ടായത്. കുട്ടികളും സ്ത്രീകളുമടക്കം 220 യാത്രക്കാരുമായാണ് വിമാനം ടെനറൈഫിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തത്. യാത്ര സുഗമമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് പെട്ടെന്ന് വിമാനം നിയന്ത്രണം നഷ്ടപ്പെട്ട രീതിയിൽ ഭീതിജനകമായി താഴ്ചയിലേക്ക് കൂപ്പുകുത്താൻ തുടങ്ങിയത്. ഏകദേശം 30,000 അടി ഉയരത്തിൽ വെച്ചായിരുന്നു വിമാനത്തിന്റെ ഈ അപ്രതീക്ഷിത പതനം. വിമാനം പെട്ടെന്ന് താഴേക്ക് പതിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ കോ പൈലറ്റായ ഫസ്റ്റ് ഓഫീസർ ഉടനടി ഇടപെട്ടു. പ്രധാന ക്യാപ്റ്റന് കടുത്ത ശാരീരിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും അദ്ദേഹത്തിന് വിമാനം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെന്നും ഫസ്റ്റ് ഓഫീസർ നിമിഷങ്ങൾക്കകം തന്നെ തിരിച്ചറിഞ്ഞു. ക്യാപ്റ്റന് ഹൃദയാഘാതം സംഭവിച്ചതാണെന്ന് മനസ്സിലാക്കിയ ഫസ്റ്റ് ഓഫീസർ ഒട്ടും സമയം കളയാതെ വിമാനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും തന്റെ കൈകളിലേക്ക് ഏറ്റെടുത്തു. സാഹചര്യം അതീവ ഗുരുതരമാണെന്ന് ബോധ്യപ്പെട്ട അദ്ദേഹം ഉടൻ തന്നെ അന്താരാഷ്ട്ര അപകട സൂചനയായ മെയ്ഡേ സന്ദേശം പുറപ്പെടുവിച്ചു. മെയ്ഡേ സന്ദേശം അയച്ചതിന് തൊട്ടു പിന്നാലെ വിമാനം ഏറ്റവും അടുത്തുള്ള വിമാനത്താവളത്തിലേക്ക് അടിയന്തരമായി തിരിച്ചുവിടാൻ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും ഫസ്റ്റ് ഓഫീസർ അടിയന്തര അനുമതി തേടുകയും ചെയ്തു. ഫസ്റ്റ് ഓഫീസറുടെ കൃത്യമായ മനസാന്നിധ്യവും വേഗത്തിലുള്ള തീരുമാനവും കാരണം ദുരന്തം ഒഴിവാകുകയായിരുന്നു. തുടർന്ന് പോർച്ചുഗലിലെ പോർട്ടോയിലുള്ള വിമാനത്താവളത്തിലേക്ക് വിമാനം വിജയകരമായി തിരിച്ചുവിട്ടു. വെള്ളിയാഴ്ച പുലർച്ചെ 2:15 വിമാനം പോർച്ചുഗലിലെ പോർട്ടോ വിമാനത്താവളത്തിൽ അതീവ സുരക്ഷിതമായി എമർജൻസി ലാൻഡിംഗ് നടത്തിയത്. വിമാനം ലാൻഡ് ചെയ്യുന്നത് മുൻകൂട്ടി കണ്ട് റൺവേയിൽ വൻ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. വിമാനം റൺവേയിൽ തൊട്ടയുടൻ തന്നെ അവിടെ കാത്തുനിന്നിരുന്ന അത്യാധുനിക മെഡിക്കൽ സംഘം വിമാനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും പൈലറ്റിന് പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ അടുത്തുള്ള വലിയൊരു ആശുപത്രിയിലേക്ക് അടിയന്തരമായി മാറ്റുകയും ചെയ്തു. എന്തായാലും ആകാശത്തുണ്ടായ വലിയൊരു ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് 220 യാത്രക്കാരുടെ ജീവൻ രക്ഷപ്പെട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് ആർക്കും തന്നെ യാതൊരുവിധ പരിക്കുകളുമില്ലെന്നും അവരെല്ലാം പൂർണ്ണ സുരക്ഷിതരാണെന്നും വിമാന കമ്പനി ഔദ്യോഗികമായി അറിയിച്ചു. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഖത്തർ എയർവേസ് വിമാനത്തിലും ഒരു അപകട സാധ്യതയുണ്ടായിരുന്നു. ഖത്തർ എയർവേസിന്റെ വിമാനത്തിലെ യാത്രക്കാർ ഹൃദയം നിലച്ചുപോയ ആ നിമിഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും അവരുടെ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടാകും. ലാൻഡിങ്ങിനിടെ മരണത്തെ മുഖാമുഖം കണ്ട ആകാശയാത്രയുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. അമേരിക്കയിലെ അറ്റ്ലാന്റ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കവെയാണ് ഖത്തർ എയർവേസിന്റെ കൂറ്റൻ എയർബസ് വിമാനം ശക്തമായ കാറ്റിലകപ്പെട്ടത്. ആകാശത്തിന്റെ കൈകളിൽപ്പെട്ട ഒരു കടലാസ് തോണി പോലെ വിമാനം വശങ്ങളിലേക്ക് ഭീകരമായി ആടിയുലഞ്ഞു. നിയന്ത്രണം വിട്ട് തെന്നി മാറുമോ എന്ന് ഒരു നിമിഷം എല്ലാവരും ഭയന്നു. അതിശക്തമായ കാറ്റിൽ റൺവേയിലേക്ക് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ടയറുകൾ നിലത്ത് തൊട്ട നിമിഷം കാറ്റിന്റെ വേഗത ഇരട്ടിയായി. ഒരു ഞൊടിയിടയിൽ അപകടം ഉറപ്പെന്ന് മനസ്സിലാക്കിയ പൈലറ്റ് ഒരു ഹീറോയെപ്പോലെ ചടുലമായ നീക്കത്തിലൂടെ ലാൻഡിംഗ് ഉപേക്ഷിച്ച് വിമാനം വീണ്ടും ആകാശത്തേക്ക് ഉയർത്തുകയായിരുന്നു. പിന്നീടാണ് ലാൻഡിംഗ് നടത്തിയത്.